IPLന്റെ 17ാം വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ പ്രകടനമായിരുന്നു മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് സീസണിൽ നടത്തുന്നത്. സീസണിലെ പോരാട്ടങ്ങൾ 6ാം റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഈ പ്രാവശ്യം ഏറ്റവും അധികം പരാജയങ്ങൾ നേരിട്ട ടീമായി CSK മാറിക്കഴിഞ്ഞു. 6 മത്സരങ്ങളിൽ 5ലും തോറ്റ ചെന്നൈക്ക് വിജയിക്കാനായത് 1-ൽ മാത്രമായിരുന്നു. ആദ്യ കളിയിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചുകൊണ്ട് തുടങ്ങി. എന്നാൽ അതിനുശേഷം തുടർച്ചയായി 5 തോൽവികളിലേക്ക് CSK കൂപ്പുകുത്തി വീണു. ഇതോടെ അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്നാൽ പ്ലേ ഓഫ് സ്വപ്നം പൂർണ്ണമായി അവസാനിച്ചെന്ന് കരുതാനും കഴിയില്ല. ഇനിയും പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ അവർക്ക് സാധിക്കുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. IPL പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യുന്ന ടീമുകൾക്കാണ് പ്ലേ ഓഫിലേക്ക് അർഹത ലഭിക്കുന്നത്. ആദ്യത്തെ 2 സ്ഥാനക്കാർ സെമി ഫൈനലിൽ തുല്യമായ 1ാം ക്വാളിഫയറിൽ ഏറ്റുമുട്ടുകയും ചെയ്യും. ഇതിൽ ജയിക്കുന്നവർക്ക് നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത ലഭിക്കുന്നതാണ്. പക്ഷേ തോൽക്കുന്ന ടീമിന് ഒരവസരം കൂടി ലഭിക്കുന്നുണ്ട്. പോയിന്റ് പട്ടികയിലെ 3ഉം 4ഉം സ്ഥാനക്കാർ തമ്മിൽ എലിമിനേറ്ററിലാണ് മത്സരിക്കുക. ഇതിൽ ജയിക്കുന്നവർ 2ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടുമ്പോൾ തോൽക്കുന്നവർ പുറത്താവുകയും ചെയ്യും. നേരത്തെ ആദ്യ ക്വാളിഫയറിൽ തോറ്റ ടീമും എലിമിനേറ്റർ വിജയും തമ്മിലായിരിക്കും 2ാം ക്വാളിഫയർ എന്നത്. ഇതിൽ ജയിക്കുന്നവർ ഫൈനലിൽ കടക്കുകയും ചെയ്യുന്നതാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യമെടുത്താൽ അവർ ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 9ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. 6 മത്സരങ്ങളിൽ നിന്നും ഒരേയൊരു വിജയം മാത്രമുള്ള അവർക്ക് ഇപ്പോൾ 2 പോയിന്റ് മാത്രമാണ് ഉള്ളത്. -1.554 എന്ന വളരെ മോശം നെറ്റ് റൺ റേറ്റുമാണ് ഇപ്പോൾ ചെന്നൈക്ക് നിലവിലുള്ളത്. മാത്രമല്ല ഈ സീസണിൽ ചെന്നൈക്ക് ഇനിയും 8 മത്സരങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതിൽ 7 എണ്ണം വിജയിക്കുവാൻ കഴിഞ്ഞാൽ അവർക്ക് 16 പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. സാധാരണ ഈ 16 പോയിന്റ് ലഭിക്കാറുള്ള ടീമുകൾ IPLന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടും. അതിനാൽ ചെന്നൈക്ക് ഇപ്പോഴും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട്. ബാക്കിയുള്ള 8 മത്സരങ്ങളിലും ജയിക്കാനായാൽ അവർക്ക് ഉറപ്പായും പ്ലേ ഓഫിൽ കടക്കാൻ കഴിയുന്നതാണ്. പക്ഷേ 8 മത്സരങ്ങളിൽ 6 എണ്ണത്തിൽ ചെന്നൈ ജയിക്കുകയാണെങ്കിൽ അവർക്ക് 14 പോയിന്റ് ആയിരിക്കും ലഭിക്കുക. ഭാഗ്യം കൂടി തുണയ്ക്കുകയാണെങ്കിൽ ഇത്ര പോയിന്റ് ലഭിച്ചാൽ അവർ പ്ലേ ഓഫിലേക്ക് കടക്കും. നേരത്തെ ചില സീസണുകളിൽ 14 പോയിന്റ് നേടിയ ടീമുകളും പ്ലേ ഓഫിൽ എത്തിയിട്ടുണ്ടെന്നത് ശരിക്കും ചെന്നൈയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ഇതിനായി അവർക്ക് നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തണം. നിലവിലെ നെറ്റ് റൺ റേറ്റ് വളരെ മോശമായതിനാൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ വൻ മാർജിനിൽ ജയിച്ചാൽ മാത്രമേ അത് മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ IPL സീസണിലെ ഏറ്റവും മോശം പ്രകടനമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള അവസാന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയിരുന്നത്. പരിക്കേറ്റ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് പിന്മാറിയ ശേഷം നായക സ്ഥാനത്തേക്ക് മുൻ ഇതിഹാസം MS ധോണി മടങ്ങിയെത്തിയിരുന്നു. പക്ഷേ അത് ചെന്നൈക്ക് ഗുണം ചെയ്തിരുന്നില്ല.